യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് തീർത്ഥ ചന്ദ്രൻ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കോക്കനട്ട് ഷെൽ മോസ് ഗാർഡൻ. ഞാനിവിടെ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതെങ്ങനെയാണെന്ന് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ മോസ് ഗാർഡൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം ഈ ചിരട്ട സാൻഡ് പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് ഈ ചിരട്ടേൻ്റെ പുറം നന്നായിട്ട് സ്മൂത്താക്കി എടുക്കണം. ഞാനിതിപ്പോൾ ഓൾറെഡി സ്മൂത്താക്കി എടുത്തിട്ടുള്ള ചിരട്ടയാണ്. കുറച്ചൊക്കെ സ്മൂത്തായിട്ടുണ്ട്. സ്മൂത്താക്കി വാഷ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ചിരട്ടയാണ്. അപ്പോൾ നിങ്ങൾ ചിരട്ട സ്മൂത്താക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഏറ്റവും അടിയിൽ നമ്മൾ ബേസായിട്ട് കരിക്കട്ടയാണ് ഇടുന്നത്. അപ്പോൾ നമ്മൾ കരിക്കട്ട ഈ ചിരട്ടയിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി അടുത്ത് നമ്മൾ ഇതിലേക്ക് ഇടുന്നത് ചരൽക്കല്ലുകളാണ്. നമ്മൾ പറമ്പിൽ നിന്നൊക്കെ കളക്ട് ചെയ്തിട്ടുള്ള കുറച്ച് കല്ലുകളാണ്. അതിൽ നിന്ന് ഞാൻ കുറച്ച് കല്ല് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. നമ്മൾ ഇതിലേക്ക് കല്ലുകൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കരിക്കട്ടയും കല്ലും ചരൽക്കല്ലൊക്കെ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ലെയർ ആയിട്ട് ഇടേണ്ടത് ഗാർഡൻ സോയിലാണ്. നമ്മളിപ്പോൾ ആദ്യം ഇവിടെ ഫേൺസ് ഇതിലേക്ക് വെക്കാൻ പോകും. നമുക്കൊരു ഈർക്കിൽ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മോസ് ഗാർഡൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും ഇതിലെന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തിട്ടുള്ള കോക്കനട്ട് ഷെൽ മോസ് ഗാർഡൻ. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് ചെടികളും പുല്ലുകളൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. പക്ഷേ സക്കുലൻസ് ഒന്നും ഇതിൽ യൂസ് ചെയ്യാതിരിക്കുന്നത് നല്ലത്. മോസസ്, ഫേൺസ്, പിന്നെ മുറ്റത്തും പറമ്പിലൊക്കെ കിട്ടുന്ന നമ്മൾ കളക്ട് ചെയ്യുന്ന പുല്ലുകൾ, ഇതൊക്കെ നമുക്ക് ഇതിൽ ചെയ്യാവുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഒരു ഫിനിഷിങ് ഇല്ലാത്ത പോലെ തോന്നും. പക്ഷേ നമ്മൾ ചെയ്ത ഉടനെ അതിനൊരു ഇതുണ്ടാവില്ല, ഫിനിഷിങ് ഉണ്ടാവില്ല. ഇത് ഒരാഴ്ച 2 ആഴ്ചയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ഈ മോസസ് ഒക്കെ ഒന്ന് ഈ മണ്ണിലൊന്ന് സെറ്റായി, നമ്മളിതിപ്പോൾ ജസ്റ്റ് വെച്ചിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ മണ്ണിലൊന്ന് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നല്ല നാച്ചുറൽ ലുക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഈ പുല്ലുകളൊക്കെ ഇതിൽ കുറച്ച് വളരാൻ തുടങ്ങും. പുതിയ ഫേൺസൊക്കെ ഉണ്ടാവാൻ തുടങ്ങും. പിന്നെ ഇത് നമ്മൾ നല്ല വെയിലുള്ള സ്ഥലത്തേക്കൊന്നും വെക്കാൻ പാടില്ല. വെയിൽ വേണം. ഇത് നമുക്ക് വിൻഡോൻ്റെ സൈഡിലൊക്കെ വെക്കാം. നല്ല വെയിലുള്ള സ്ഥലത്തേക്ക് വെക്കാൻ പാടില്ല. കാരണം ഇതിൽ നമുക്കറിയാം നല്ല മോയ്സ് സോയിൽ വേണ്ട മോസസ് ഒക്കെയാണ് നമ്മളിതിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഹ്യൂമിഡിറ്റി ഉള്ള ഒരു ചെറിയൊരു വെയിലൊക്കെ ഉള്ളൊരു സ്ഥലത്തേക്ക് നമ്മൾ ഇതെപ്പോഴും വെക്കാൻ നോക്കാം. പിന്നെ നമ്മൾ വെള്ളം ഇതിന് ഒഴിക്കുന്ന സമയത്ത്, സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഓവറായിട്ട് വെള്ളം കൊടുക്കാൻ പാടില്ല. കാരണം ഇത് ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്.
അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കോക്കനട്ട് ഷെൽ മോസ് ഗാർഡൻ ട്രൈ ചെയ്യുക. ഇത് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പ്ലാൻ ഡെക്കോർ പീസാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക.